ഹലോ, ആരാ? വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ല? ഇല്ല, ആരാ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഒരു ക്ലൂ തരാമോ? തരാതോ? വീട്ടുപേരിൽ തെക്കുണ്ട്. ഓ, മനസ്സിലായി. ആ, എങ്കിൽ പറ. തെക്കേ പറമ്പിൽ തെങ്ങ് കയറാൻ വരുന്ന കണാരനല്ലേ? ആരാ മുത്തശ്ശ വിളിച്ചത്? മുല്ലശ്ശേരി എന്നാ കൂർപ്പ. രണ്ട് ഉരുളി വേണോ? പിന്നെ ഉരുളി കിടന്ന് ഉരുളല്ലേ? അത് അമ്പാടിയിലെ മുത്തശ്ശിയല്ലേ? കൊച്ചി കൊള്ളാ. മുത്തശ്ശിയായിട്ടുള്ള ലൈനൊക്കെ എവിടം വരെ ആയി? ട്യൂൺ ചെയ്ത സ്ട്രിങ് പൊട്ടിച്ച. ഏയ്, നീ ഉദ്ദേശിക്കുന്ന മാതിരി ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലടാ. വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം. ഓ, ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കോളേജ് സ്റ്റുഡൻസ് അല്ലേ? കേറിയിരിക്കുന്ന യമഹേലല്ലേ? കോളേജ് മുത്തശ്ശ, ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ? പറയാം. പറയരുത്. പറയില്ല. എന്താ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് നാണാവണു. പറയടാ, ഞാൻ ആരോടും പറയില്ല. അതെ, ഞാനൊരാളായിട്ട് പ്രേമമായി. മുത്തശ്ശൻ പറ, ആരായിരിക്കും? ഒരു ക്ലൂ തരുമോ? തുപ്പല്ല മുത്തശ്ശ, ഞാൻ ക്ലൂന്ന് പറഞ്ഞതല്ലേ? ക്ലൂ ആണോ? ആദ്യത്തെ അക്ഷരം ഗൗളിയിലുണ്ട്. ഗൗളി. നമ്മുടെ പറഞ്ഞാറിയ പ്രഭാകരന്റെ മുത്തശ്ശി ഗൗതമി. ഗൗതമി എന്തു പറഞ്ഞാലും മുത്തശ്ശിമാര് കുറെ എല്ലുപൊടി കേസുകളായിട്ടാ കൂട്ടെങ്കിൽ നീ പറ. അതെ, നമ്മൾ അച്ചോട്ടാ, എടുത്തി ആരൊക്കെ വന്നിരിക്കണം നോക്കേ. ഇരിക്കുന്നേ. നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അച്ചു, ഞങ്ങൾ വന്നത് ഒരാലോചനയായിട്ടാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ? മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. രാമൻകുട്ടി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി. എനിക്ക് കല്യാണാലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ അല്ല, ചെറുക്കനാരാ? നിങ്ങൾക്കറിയാവുന്ന ചെറുക്കനാണ്. അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ, ഉണ്ണി? അവൻ തന്നെ ആള്. കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാ. നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല. നല്ല കാര്യമാണ്. ഗൗരിക്ക് എങ്ങനെ ചെറുക്കനെ ഇഷ്ടായോ? തൽക്കാലം ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവനും കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെയൊരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. അവന്റെ മനസ്സ് എന്താണെന്നൊന്ന് അറിയണല്ലോ. അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ആദ്യം അറിയണം, എന്നിട്ട് വീട്ടുകാരായിട്ട് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവരെ തന്നെ പറഞ്ഞേക്കാം. എന്താ? അത് ശരിയാ. ഇവര് തരക്കാരാകുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ. അല്ല, ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നതാ അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം. നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. നീ ഒരാളോട് പ്രേമാന്ന് പറഞ്ഞിട്ട് അത് ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഏയ്, ഞാനത് ചുമ്മാ പറഞ്ഞ മുത്തശ്ശ. മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ വെറുതെ അടിപൊളിക്കും. നീ പ്രേമായത് ഗൗരിയായി തലേടാ. ശരിയാ, ഞാനും ഗൗരിയും തമ്മിൽ സ്നേഹത്തിലാ. എങ്കിൽ ആവ് വരുന്ന എനിക്ക് അവരുടെ മുമ്പിൽ തുറന്നു പറയണ്ടല്ലേ. നീ ഒരു കാമുകന്മാരുടെ മാനം കളയാൻ ജനിച്ചവൻ. മുത്തച്ഛൻ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ പറയുന്നു നേക്ക്. ആ അവസരത്തിൽ ഗൗരിയോടുള്ള സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞ ചിലപ്പോ രാധികേടത്തിന്റെ വീട്ടുകാരുടെ മനസ്സ് വിഷമിച്ചാലോ. ഒരു നല്ല ആലോചന ഇട്ട് വരുമ്പോ അതിനിടയിൽ ഒരു കരട് പോലെ അത് ശരിയാവില്ല. ഞാനും ഗൗരിയും സ്നേഹത്തിലാണെന്ന് ഈ ഉണ്ണിക്കറിയാം. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ണിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അപ്പൊ ഉണ്ണി പറയുന്നു, ഞാൻ ഗൗരിയെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല, എനിക്ക് അവളെ ഒരു സഹോദരിയെ പോലെയാണ്. എന്റെ മനസ്സിൽ മറ്റൊരു ഹിന്ദിക്കാരി പെണ്ണുണ്ട്. രാമൻ യുവ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്റെ ഹിന്ദിക്കാരി പെണ്ണിന്റെ കല്യാണം നടത്തി തരണമെന്ന്. ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുന്നു. ഈ ആലോചന മുടങ്ങുന്നു. ആ വിഷമത്തിൽ അച്ചുവേട്ടൻ തമ്പി സാർ കൂടി വെള്ളമടിക്കുന്നു. തമ്പി സാറിന്റെ വിഷമം കണ്ട് അച്ചോട്ടൻ പണ്ട് ശിവേട്ടന്റെ രാധികടത്തിനെ കല്യാണം നടത്തിയതുപോലെ എന്റെ ഗൗരിയുടെയും കല്യാണം നടത്തി തരുന്നു. അതോടെ പ്രശ്നങ്ങൾ തീർന്നില്ലേ? വെട്ടല്ല, മുത്തശ്ശനെ തട്ടും. എന്റെ രാമൻകുട്ടി,
ഇത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണല്ലോ. ഒന്നുമില്ലേലും നിങ്ങളെ ചേർത്ത് വെച്ച പ്രേമത്തിന്റെ ബ്രോക്കർ അല്ലടോ ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വണ്ടിക്കാശ് മുടക്കി ബാംഗ്ലൂർ വരേണ്ട വല്ല കാര്യമുണ്ട്? അവിടെ അങ്ങനെ ഒരു ആലോചന വന്നപ്പോ അവരെന്നെയാ ചുമതല ഏൽപ്പിച്ചത്. ഞാനത് ഇവിടെ ഒന്ന് പറഞ്ഞു. ഇനി അവരെ വിളിച്ച് ഉണ്ണി പറഞ്ഞോ ഗൗരിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന്. പക്ഷേ അതിലൊരു ചെറിയ കുഴപ്പമുണ്ടല്ലോ രാമൻകുട്ടി. ഗൗരിയെ ഇഷ്ടമല്ലെന്ന് എൻ്റെ നാവ് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ മനസാക്ഷി വഞ്ചിക്കുന്ന കാര്യമായിരിക്കും. കാരണം എനിക്കവളെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അവളെ അറിയിക്കാനും കല്യാണത്തിന് അവളെ സമ്മതം വാങ്ങാനുമാണ് അന്ന് ഞാനവിടെ വന്നത്. പക്ഷെ അതിനിടെ താൻ ഓവർടേക്ക് ചെയ്ത് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കളഞ്ഞില്ലേ? പക്ഷെ രാമൻകുട്ടി വിഷമിക്കണ്ട, എന്നെ ആ രീതിയിൽ അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. രാമൻകുട്ടി അവിടെ ചെന്നിട്ട് പറഞ്ഞോളൂ, എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് കാണാം. ഉണ്ണിക്ക് ഗൗരിയോടുള്ളതുപോലെ ഗൗരിക്കും ഉണ്ണിയെ ഇഷ്ട. ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവർ തമ്മിൽ അറിയാതെ പോയത്. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രമാ. ആ സ്ഥിതിക്ക് ഞാൻ അവളോട് ആ സത്യം പറയുന്നതല്ല അതിന്റെ ഒരു ശരി. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ദേ ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? ഉദാഹരണം ഞാൻ മാറ്ററിന്ന് പോയിടാ. ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ, ഒരാളോടെ പറയൂ. ഗൗരി അത് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയാ അവൾ നിന്റെ പെണ്ണാടാ. ഇതിന്റെ ഇടയിൽ ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടാണെന്ന്. നീ നിന്റെ ഭാര്യനെ കൂട്ടി കൊടുക്കണ പന്നി. മലയാളികളുടെ പേര് കളയാൻ ഇറങ്ങിയിരിക്കണം. അടുപ്പിലെ തീ അണച്ചിട്ട് എല്ലാം കുഴികുത്തി മൂടാ അല്ലേ അച്ചു? പന്തല് നാളെ കഴിഞ്ഞിട്ട് പൊളിച്ചാ മതി. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞെന്ന് ചിലരെങ്കിലും ചുമ്മാ വിചാരിച്ചോട്ടെ. ആ കൊച്ചിനെ എല്ലാവരും കൈയൊഴിഞ്ഞു, ബന്ധുക്കള് പോലും. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലടാ പട്ടി, ദൈവമൊന്നും ഇല്ലാന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നു. എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? എനിക്കല്ല, എനിക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ. ഞാൻ നമ്മുടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു. കാശുമടൊന്നും മോഹിച്ചിട്ടല്ല. ഇവരൊക്കെ നല്ല ആളുകളാ, നല്ല മനസ്സുള്ളവരാ. അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. സംസാരിച്ചു നോക്ക്. അല്ല അതിപ്പോ ഞാൻ അതിന് നമ്മൾ കണസ കുണസ പൈനൊന്നല്ല ആലോചിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ശിവേട്ടനൊരു ഡോക്ടറല്ലേ. ചെന്ന് സംസാരിക്കേ, ഒന്നുകൂടി ഒഴിക്കട്ടെ. നീ എന്താ വിചാരിച്ചേ? ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വരെ എനിക്ക് ഒരെണ്ണം കൂടി അടിക്കണമോ? നീ രണ്ടെണ്ണം കൂടി ഒഴിക്ക്. ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു, അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അച്ചോട്ടെ ചോദിക്കേ. അങ്ങനത്തെ ഒരവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോട്ടാ, നമ്മള് വന്നാരും പറഞ്ഞില്ല. അതൊന്നും ശരിയാവൂടാ. എന്താ അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോട്ടൻ കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നിനക്കാണ് പോയി പറഞ്ഞൂടെ? അതങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല. അതിന് തലയിരിക്കലല്ലോ, നിക്കല്ലേ. നിനക്ക് ആട്ടമുണ്ട, നീ ആട്ടപ്പ. അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടട്ടെ. അല്ല, പറഞ്ഞിട്ട് വരട്ടെ. തമ്പി സാർ, എന്താടോ? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട്. എന്ന് വെച്ച് എന്റെ ഏട്ടൻ, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ നടുക്കഷ്ടം. ഡോക്ടറാ, ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ്. വെറും MBBS അല്ലാട്ടാ, MD.
ആ ശിവേട്ടിന് വേണ്ടി ഈ തമ്പി സാറിന്റെ മകളുടെ അധികാരത്തെ അമ്മ ചേച്ചി ആലോചിക്കാൻ വന്നാ ഞങ്ങള് തല്ലരുത്. അമ്പാടി തറവാട്ടിൽ കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങളുടെയൊക്കെ വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. സാറിന് സമ്മതമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിൽ ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അടക്കുകയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ ഞാൻ മിണ്ടിയിട്ട് കൂടി ഇല്ല. പോവാം പോവാം. സാർ എന്ത് കൂൾ ഡൗൺ സർ, കൂൾ ഡൗൺ. എല്ലാത്തിനും ഞാനില്ലേ. പണ്ടാറം കഴുത്തിന്റെ ഇടയിലെ കൈ കുടുങ്ങി. ഹലോ, ഡോക്ടർ ശിവദാസ്. ഏട്ടാ, ഇത് രാമൻകുട്ടിയാ. ഞങ്ങളിവിടെ കല്യാണ വീട്ടിൽ നിന്നാ. ഏട്ടനൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. എന്താടാ, മുത്തച്ഛൻ അസുഖം വല്ലതും? ഏട്ടൻ ഇങ്ങോട്ട് വാ, കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. അല്പം സീരിയസാ. നിങ്ങള് വാടാ. ശരി. എന്തേട്ടാ? വാ പറയാം. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. ഏതായാലും കുട്ടി ചെന്ന് കല്യാണ പെണ്ണിനോട് ലൈഫ് കൊടുക്കാൻ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ. നമ്മുടെ കല്യാണം നടത്തണ്ടേ? അല്ല, അവരുടെ കല്യാണം നടത്തണ്ടേ? നീ ഒന്നും പറഞ്ഞില്ല ശിവ. ഞാൻ മുത്തച്ഛന് അസുഖമാണെന്ന് കരുതി ആംബുലൻസ് ആയിട്ടാ വന്നത്. അതൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ടാ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? എന്ത്? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. മോളെ, ചേച്ചി, മോളെ, എക്സ്ക്യൂസ് മീ, മോളെ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് സർ പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? എന്ത് കഷ്ടം. പോ. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ? ഇയാൾ എപ്പ കയറിയതിനകത്ത്? ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? അയ്യേ, താൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാ പെണ്ണിന് ഡാക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണല്. ആദ്യത്തെ സംഭവമൊന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം ആ പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ട് ആ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. അച്ചുവേട്ടൻ ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടിയെടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എൻ്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ. ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ. ഇയാള് കല്യാണത്തിന് ഓക്കെയാന്ന് ഞാൻ പറഞ്ഞിട്ടെ. കണിയാരല്ലേ? അതെ, ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. ദാ നോക്കിക്കോളൂ, 2:30 മണിയായി. പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്നാ. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്നാ. ഇതിനൊക്കെ പകല് വന്നൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ഷടപടേന്നായിരുന്നു. എന്താന്ന്? നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു? മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയാൻ സാർ അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ? മോള ഭാര്യ ആയിരിക്കും അല്ലേ?
ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നും ഓ സദാമാനം 10-7 പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഇപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ കാട്ടരുന്നേ ഭർത്താവും കുട്ടികളൊക്കെ. അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച്? വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല, ഇനി ആവട്ടോ. ഇവിടെ സാമ്പാർ. സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങിയേ. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകെട്ടോ. രാമ, ഓ നീ ഒന്ന് ചെറുക്കന്റെ അനിയനാ രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ സാറിരുന്നോ, ഞാൻ വിളമ്പാം. ഞാൻ വിളമ്പാ. നിങ്ങൾ വെറുതെ തല്ലി പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ദേ ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്. വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന് എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ? എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലേനെടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണം കുറി കാണിക്കടാ. വേണോ ചോദിച്ചാ വേണ്ടാന്ന് പറയാ. ഇവനാര്? ഊണ് മാഷ. എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ണടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള പന്നി. കെട്ട് കഴിഞ്ഞില്ലേ? പിന്നെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ്. നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? എന്റെ കെട്ട് കഴിഞ്ഞ് 3-4 പിള്ളേരായി. എടാ അതല്ല ചോദിച്ചു, ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ലെന്ന്. ഇതിന്റെ കെട്ട് കഴിഞ്ഞാൽ ഇതിനോട് നീ എന്താണ് വേഷം കെട്ടെടുക്കുക? തലക്ക് സുഖമില്ലാത്ത ആൾക്കാരോട് നീ എന്തിനാ വെറുതെ? തലയ്ക്ക് സുഖമില്ലാത്ത തലയ്ക്ക് സുഖം എന്റെ കാലുമ്പോ ചങ്ങല ഉണ്ടാവില്ല പട്ടി. മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. കേട്ട് ചാടിക്കാതെ പോടാ. ഓ കേറിന്ന് സൂയിക്ക. എന്റെ കല്യാണം കഴിഞ്ഞ ആരെടുക്കും? ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചോളാം. നീ എന്നെ തെറ്റിദ്ധരിക്കാണ്ടിരുന്നേച്ചാ. എന്നാ പിന്നെ ഞങ്ങള് എന്താ സാറേ ഇത്? വൈഫും കുട്ടികളൊക്കെ നിൽക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു അന്യ പുരുഷനായിട്ട്? മുത്തശ്ശനെ ഞാൻ കാറിന്റെ സീറ്റിലിരുത്തിണ്ട്. മടി കയറി ഇരിക്കരുത്. ടൂത്ത് പേസ്റ്റ് ആയി പോകും. ഹനുമാൻ ലങ്കാദഹനം കാണാൻ പറ്റിയില്ല കേട്ടോ. ശൂർപ്പണകയുടെ മൂക്കും വേറെ ചില ഭാഗങ്ങളും കട്ട് ചെയ്യുന്നവരായിട്ടുണ്ട്. എന്താ കാണണോ? കാണണം. രാഘവാനം തുടങ്ങുന്നതിന് മുമ്പ് പോയിന്റോ? അല്ല കാണിക്കില്ലേ? എന്താ രാംകുട്ടി കാണിച്ചിട്ട് പോകുന്നേ? ഞാൻ അച്ഛനെ അമ്മയൊക്കെ വിളിക്കാം. രാംകുട്ടി പോവാതെ. ഒരു മിനിറ്റേ. എത്തി. ഈശ്വരന്മാരെയും മരിച്ചുപോയ കർണന്മാരെയും മനസ്സിൽ ധനിച്ച് ആ വലതുകാലം വെച്ചടക്കി എടുക്കുള്ളൂ. ഇതൊക്കെ പറയാനും ചെയ്യിക്കാനും ഇവിടെ സ്ത്രീകളാരുമില്ല. വേണമെങ്കിൽ കുറച്ചു നേരത്തേക്ക് എന്നെ സ്ത്രീ ആയിട്ട് കണ്ടോളൂ. എന്താട്ടാ? ഇനി ഇവിടുത്തെ എല്ലാ ഇടത്തേമേ കയറിക്കോളൂ. നേരെ അടുക്കള ചെന്ന് നല്ലൊരു കാപ്പി ഇടുക. ദേവി, എന്റെ കുട്ടികൾക്ക് ഒരു ആപത്തും വരുത്തരുത്. ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കട്ടെ. എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല ഇവിടെ കള്ളം കേറിയെന്നോ മച്ചു പൊളിച്ചെന്നോ എന്താ ഉണ്ടായത്?
പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു. പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. ചുമ്മാതി അച്ചു. 10 മണിയായപ്പോ തുടങ്ങിയതാ മോളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം. നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ? കിടന്നിട്ട് ഉറക്കം വന്നില്ലടാ അച്ചു. പിന്നെ ഞാനെന്താ ചെയ്യാ? മോളെ, അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി. ആരുടെ ഉറക്കം കളഞ്ഞില്ല. തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല. നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ. മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട്ടിൽ വന്നാലേ നമുക്കിന്ന് ആഘോഷമാക്കണം. അച്ചു, നീ പറഞ്ഞാ ശരി. വേഗം പോയാനുള്ള ഏർപ്പാടാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നാളെ ആശുപത്രി ചെന്ന് ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ഞാൻ ഒരാഴ്ച ലീവാ. രാമകുട്ടി, രാമ, അടി മേടിക്കാണ്ട് പോടാ. എടാ തമ്പി സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും. നല്ല ചട്ടം കൊണ്ട് ഇളക്കി കൊടുത്താ മതി. എവിടെ ഇവൻ ആനൂത്തിയാലും എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു. യു ലവ് യു. ഓക്കെ മൗലവി. മുത്തശ്ശന്റെ ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. എന്റെ ഈശ്വര, എവിടുന്ന ഈ മണം? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാൻ. ഇത് ഇവിടെ ഇരുന്നോട്ടെ. വേസ്റ്റ് ഗ്ലാസ്സാ. വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ചാ കൂമ്പ് പാടും. കുറച്ചും കൂടി. കുറച്ചും കൂടി മതി. കുറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? നിങ്ങൾ കുടിച്ചോ. അച്ചേട്ടാ, ഞാനൊന്ന് മുള്ളിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. 12 മുള്ളുണ്ടെങ്കിൽ മുള്ളു. എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ചൊന്നുമല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതിട്ടാ. മോശമായി പോയി. ഞാൻ ലൈഫിൽ മൂത്തൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ. ചതിക്കല്ലേ? എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ നട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറുന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാൾ എന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രിക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല. ഓ, ഒരു വലിയ പുരുഷൻ. എന്തായാലും വല്ല സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംശയം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പോയെ. രാമൻ ഇയാളുടെ ഞാനാണ് രാമൻ. അല്ല, ഞാനാ. രാമൻകുട്ടിയെ മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ കാണായിരുന്നു. ആരാ ഇവിടെ വന്നിരിക്കുന്നത്? രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ. നേരോ? പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല. എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി. ചേടാ, വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? നീ മനുഷ്യന്റെ ഉറക്കം പോടാ. ഓ, കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ. കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമൻ ചോദിച്ചു കിടന്നു. ഒന്നാം മല കയറി പോകണ്ടേ, അത് തമ്പി സാർ കുറെ ആളായല്ലേ ഒന്നാമല എന്ന്. എന്താ തമ്പി സാറേ ഒന്നാമല? നീ എന്നെ എന്താ വിളിച്ചത്? തമ്പി സാറേന്ന്. അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറേന്നോ? എന്താ? എടാ തമ്പിന്ന് വിളിയടാ. എടാ തമ്പിന്ന് വിളിക്കാം. അച്ചു എന്റെ സ്വഭാവം മാറി. എടാ തമ്പിന്ന് വിളിക്കില്ല. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ. ഇതാണ് പിടിച്ചേ. ഇനി നമുക്ക് സമയം കളയാണ്ട് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. നമ്മുടെ രാമൻകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല, ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. സമയം കൊണ്ട് കവിത എഴുതിയ ആധുനിക കവിതയാ, ആരും ഞെട്ടരുത്. സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം.
അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ, കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ, എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞേ? അല്ല രാമൻകുട്ടി, എനിക്കൊരു സംശയം. ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ? ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയാ, അല്ല കോപ്പിയാ. തേങ്ങാക്കുല ആടുന്നു എന്നല്ല, തേങ്ങാക്കുലയിലാടും. അതെ അതെ, ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നീ എവിടെ നിന്ന് മോൾ വായിക്കുമോളെ? ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകളാടുന്നു. കുട്ടിയത് പ്രകാശനം ചെയ്യത്താണ്, അത് വായിക്കരുത്. ഒട്ടിക്കല്ലേ വേവിടിച്ചത്, പണ്ടാറാണ് കേട്ടോ. അയ്യോ സമാധാനം. കളഞ്ഞല്ലോ, ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ കിടക്കുന്നത്. തമ്പി എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും, ടീൻവീട്ടിന്റെ കൊലയാണെങ്കിലും ആടും, നടന്നീങ്ങിന്റെ കൊലയാണെങ്കിൽ ആടില്ല. പോടോ. ഞാൻ സമ്മതിക്കില്ലടാ. അച്ചുവേ, നേരം വെളുക്കാറായി, ഞങ്ങൾ അങ്ങ് ഇറങ്ങും. നിങ്ങൾ നടന്നു. വായിച്ചു. അച്ചു, എനിക്ക് സന്തോഷായി. ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഹലോ മാധവി. ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ ടീൻഡുടിനെ കല്യാണം കഴിപ്പിക്കും. ഓ എന്റെ പോഞ്ഞിക്കരെ. എന്താ രാമൻകുട്ടി, മോനെ നീ വന്ന്. ചെല്ലടാ. നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോ ഗുഡ് മോർണിംഗ്. നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? എന്തിനാ? എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ. പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു. നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന്. അയ്യേ, എടാ പാന്റ് ഇട്ട് ചെല്ലാൻ. പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ? എന്റെ പട്ടി പാന്റ് ഇടും. ഇട്ടപ്പിറക്കുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ പൊക്കം വെച്ചോ. ഈ കാലൊക്കെ, ഈ കാലൊക്കെ ഓക്കെ. ഹലോ, വരണം. രാമൻകുട്ടിക്ക് പാൻസ് നന്നായി ചേരുന്നുണ്ട്. താങ്ക്സ്. മുണ്ടുടുക്കുമ്പോ ഒരു കൺട്രി ലുക്കാ. അയ്യോ, ബേസിക്കലി യു നോ ഐ ആം നോട്ട് മുണ്ടു. അതൊക്കെ എന്റെ വർക്കിംഗ് ഡ്രസ്സാ. ആക്ച്വലി ഞാൻ മോഡേൺ ആണ്. അയ്യോ, അച്ഛൻ ഇഷ്ടം മുണ്ടാ. അതല്ല, അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അകത്ത് പോയോ പുറത്തുണ്ടോ? എന്താ? അല്ല, പുറത്ത് പോയോ അകത്തുണ്ടോ? അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാ. തൊഴാനായിരിക്കും. അല്ല, കുമ്പസാരിക്കാൻ. ഗുഡ്. തൊഴാനല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ? ഓ, കേറിയിരിക്കൂ പ്ലീസ്. വരൂ. വേണ്ട, ഒന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ. ആഹാ. ദേ, ഇത് തെക്കേടത്തെ രാമൻകുട്ടി, ചേച്ചിയുടെ ഹസിന്റെ ബ്രദറാ. ഇരിക്കൂ, ഞാൻ ബ്രസിന്റെ കതറാ. അല്ല, ഹസിന്റെ ബ്രദറാ. ആളി കാണുന്ന പോലൊന്നുമല്ല, വലിയ കവിയാ. ചവിയോ? ചവിയല്ല, കവി, മഹാകവി. വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ. ഒരാര ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങട്. അയ്യോ, ഇവിടെ ഇരിക്കുന്നേ. ഇരിക്കേ. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ചൂടെടുക്കുന്നുണ്ടോ? വേണമെങ്കിൽ ജനാല തുറന്നിടാം, നല്ല ഇളം കാറ്റ് വീശും. പക്ഷേ തേങ്ങാക്കുലകൾ ആടും തോന്നണില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കവിതയാണ് മോളെ, അതൊന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല. രാമൻകുട്ടിയുടെ ലേറ്റസ്റ്റ് കവിത കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അവിടെ ഇരിക്കില്ല. ഒന്നുമില്ല. ഇപ്പൊ വീണേനെ. കാറ് അച്ഛൻ വന്നു. അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ മണ്ടരിയോ, അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ. നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണല്ലോ കേൾക്കുന്നത്. എന്താ രാമൻകുട്ടി, ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ടം ഇതുവരെ നിന്നില്ലേ? സാറെന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അതൊക്കെ പറയാം. അകത്തേക്ക് പോണോ? പാടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. പെട്ടെന്നൊരു ധൃതി. മിനിങ്ങാന്നൊരു അടിയന്തരമുണ്ട്. അല്ല, നാളെ. രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട്? കവിത വളരെ നന്നായിരുന്നു. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി. അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ചടിച്ചേനെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ.